ഹായ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ നമ്മുടെ സീസൺ 1 മൂന്നാമത്തെ എപ്പിസോഡ് ആണിത്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് വേൾഡ് വാർ 1 കുറിച്ചാണ്. ഇപ്പോൾ വേൾഡ് വാർ 1 എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വേൾഡ് വാർ എന്ന് തന്നെ പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്നത് ഹിറ്റ്ലറെയും അതുപോലെ തന്നെ മുസോളിനിയെയും ഒക്കെയാണ്. പക്ഷെ അതിന് മുന്നേയും കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ മുതലേ തുടങ്ങാം. ആദ്യത്തെ കാര്യമാണ് ക്യാപിറ്റലിസം. എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ പ്രൊഡക്ഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ക്യാപിറ്റലിസ്റ്റ് ആണ്. അപ്പോൾ ഇവരുടെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതാണ്. ഇനിയുള്ള സെക്കൻഡ് തിങ് ആണ് ഇമ്പീരിയലിസം. ഒരുപാടധികം കൺട്രികൾ ഇതിനെ തുടർന്ന് അവരുടെ രാജ്യമാണ് വലുതെന്ന് കാണിക്കാനായിട്ട് അവരെ കൊണ്ട് കഴിയാത്ത തരത്തിൽ, അതായത് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിൽ ഓരോ കാര്യങ്ങൾ പ്രൊഡക്ഷൻ കൂട്ടാൻ തുടങ്ങി. ആ ഒരു മത്സരത്തിൽ യൂറോപ്പും ഒരു ഭാഗമായിരുന്നു. യൂറോപ്പ് നേരത്തെ തന്നെ ഏഷ്യ ആയിട്ടും അതുപോലെ തന്നെ ആഫ്രിക്ക ആയിട്ടും ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ആയിട്ടും ഒക്കെ ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. യൂറോപ്പിൻ്റെ പൊളിറ്റിക്കൽ പവേഴ്സും അതുപോലെ തന്നെ മിലിറ്ററി പവേഴ്സും ഒക്കെ കൊണ്ടിട്ട് യൂറോപ്പ് ബാക്കിയുള്ള കൺട്രീസിനെ അതിൽ നിന്ന് എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഇമ്പീരിയലിസത്തിന് ഒരുപാടധികം സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടായിരുന്നു. പോവേർട്ടിയും അൺഎംപ്ലോയ്മെൻറ്റും അതുപോലെ തന്നെ നാച്ചുറൽ റിസോഴ്സസ് പെട്ടെന്ന് എക്സ്പ്ലോയിറ്റ് ആയി. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇമ്പീരിയലിസം വഴി സംഭവിച്ചിട്ടുണ്ട്. ഇമ്പീരിയലിസമാണ് ഈ ഒരു ലോകത്തെ മുഴുവനായിട്ടും ഇത്തരത്തിലൊരു യുദ്ധത്തിലേക്ക് നയിച്ചത്. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ പല രാജ്യങ്ങൾക്കും അവരുടെ അയൽ രാജ്യങ്ങളോട് ഒരു മ്യൂച്വലി ഉണ്ടാകുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതൊക്കെ നഷ്ടമാവുകയും അവർക്കെതിരെ ഒരു എനിമി എന്ന തരത്തിൽ പെരുമാറാനായിട്ടൊക്കെ ഇത്തരമൊരു സന്ദർഭത്തിൽ രാജ്യങ്ങൾ ഒരു മിലിറ്ററി അലയൻസ് സൈൻ ചെയ്തു. മിലിറ്ററി അലയൻസസിൽ മെയിനായിട്ട് വരുന്നത്, ഒരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻഡന്റുമാണ്. ഓക്കെ, ഇനി നമുക്ക് ട്രിപ്പിൾ അലയൻസസിനെ പറ്റി സംസാരിക്കാം. ട്രിപ്പിൾ അലയൻസിൽ മെയിനായിട്ട് വന്നിരുന്ന കൺട്രികൾ എന്ന് പറഞ്ഞാൽ ഇറ്റലി, ഓസ്ട്രിയ ഹംഗറി, പിന്നെ ജർമ്മനി. ട്രിപ്പിൾ എൻഡന്റിൽ വന്നിരുന്നത് മെയിനായിട്ട് ഇംഗ്ലണ്ട്, റഷ്യ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളാണ്. ഇത്തരത്തിൽ ഒരു ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയതിനെ തുടർന്ന് യൂറോപ്പിൽ ഒരു യുദ്ധത്തിൻ്റെ അന്തരീക്ഷം ഉടലെടുക്കാനായിട്ട് ഇതൊക്കെ കാരണമായി. യൂറോപ്പ് ഒരു അഗ്രസീവ് നാഷണലിസം, അതായത് സ്വന്തം രാജ്യത്തോട് അമിതമായിട്ടുള്ള ഒരു സ്നേഹം എന്നൊക്കെ പറയുന്ന പോലെ, അതായത് എൻ്റെ രാജ്യമാണ് വലുത് എന്ന ഒരു തരത്തിൽ അവർ പെരുമാറാനായിട്ട് തുടങ്ങി. ഇതേ തുടർന്ന് യൂറോപ്പിൽ ഒരുപാടധികം പ്രശ്നങ്ങളും ഉണ്ടായി. ഈ ഒരു അഗ്രസീവ് നാഷണലിസം ഉണ്ടായത് കൊണ്ട് തന്നെ യൂറോപ്പിൽ പലതരം മൊമെന്റ്സ് ഇത്തരത്തിൽ അഗ്രസീവ് നാഷണലിസം ഒക്കെ ഉണ്ടായപ്പോൾ യൂറോപ്പിൽ പലതരം മൊമെന്റ്സ് സംഭവിച്ചു. പ്രധാനമായിട്ടുള്ളത് 3 എണ്ണമാണ്: പാൻസ്ലേവ് മൂവ്മെന്റ്, പാൻ ജർമൻ മൂവ്മെന്റ്, പിന്നെ റിവെഞ്ച് മൂവ്മെന്റ്. ഈ ഒരു 3 മൂവ്മെന്റ്സിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ഉണ്ട്. അത് ഞാനിപ്പോൾ എന്തായാലും ഇമേജായിട്ട് കൊടുക്കാം. നെക്സ്റ്റ് വരുന്നതാണ് ഇമ്പീരിയലിസ്റ്റ് ക്രൈസിസ്. അതിൽ മെയിനായിട്ട് വരുന്നത് 2 കാര്യങ്ങളാണ്: ബാൽക്കൻ ക്രൈസിസും അതുപോലെ തന്നെ മൊറോക്കൻ ക്രൈസിസും. ഒരു സീക്രട്ട് ട്രീറ്റി ബ്രിട്ടനും ഫ്രാൻസും കൂടെ 1904 സൈൻ ചെയ്തു. ഫ്രാൻസും ജർമ്മനിയും അതുപോലെ തന്നെ ബ്രിട്ടനും ഒക്കെ അവരുടെ രാജ്യങ്ങൾ ഷെയർ ചെയ്ത് കൊണ്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുന്നതാണ് മൊറോക്കൻ ക്രൈസിസ്. ബാൽക്കൻ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് യൂറോപ്പിലാണ്. അതായത് ബ്ലാക്ക് സീൻ്റെയും അതുപോലെ തന്നെ എയ്ജീൻ സീയുടെയും അടുത്തായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇത് എല്ലാം തന്നെ ഒരു ഒട്ടോമൻ എംപയറിൻ്റെ കീഴിലായിരുന്നു. 1912 ബാൽക്കൻ ലീഗ്, അതായത് ഗ്രീസ്, ബൾഗേരിയ, സെർബിയ, പിന്നെ മോണ്ടനെഗ്രോ ഡിഫീറ്റഡ് ബൈ തുർക്കി. ഈ ഒരു കോൺഫ്ലിക്റ്റ് കാരണം അവർ വാറിനായിട്ട് ഷെയർ ചെയ്ത് നിൽക്കുന്ന ആ ഒരു പരിപാടി അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ജർമ്മനിയുടെ സഹായത്തോടെ ഓസ്ട്രിയ ബാൽക്കണിൽ അധികാരം സ്ഥാപിച്ചു എന്ന് പറഞ്ഞ്
നടക്കാനായിട്ട് ആരംഭിച്ചു. ആ ഒരു സമയത്ത് റഷ്യയുടെ സഹായത്തോടെ സെർബിയ ബാൽക്കൻ റീജിയണിൽ അധികാരം സ്ഥാപിച്ചു. വർഷം 1914 ജൂൺ ബോസ്നിയന്റെ ക്യാപിറ്റലായ സരാജേവോ ഓസ്ട്രിയയുടെ അന്നത്തെ സിംഹാസനത്തിന്റെ അവകാശിയായ ഫ്രാൻസിസ് ഫെർഡിനാഡിനെ സെർബിയയിലെ ഒരു ചെറുപ്പക്കാരനായ ഗവേരിലോ പിൻസെറ്റ് വധിക്കുകയുണ്ടായി. ഈ ഒരു സംഭവം ഉണ്ടായതോടെ ഓസ്ട്രിയ അത് സെർബിയയുടെ പേരിലേക്ക് ചുമത്തി. അപ്പോൾ ഇവരുടെ ഈ ഒരു രാജ്യത്തിനോട് കൂടെ നിന്ന് യുദ്ധം ചെയ്യാനായിട്ടും ഒരുപാടധികം രാജ്യങ്ങളുണ്ടായിരുന്നു. ഈ ഒരു സംഭവമാണ് ലോകത്തെ തന്നെ ഞെട്ടിച്ച വലിയൊരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോയത്. ഫസ്റ്റ് വേൾഡ് വാറിന്റെ കാരണമായത്, ഫസ്റ്റ് വേൾഡ് വാറിന്റെ തുടക്കമായിരുന്നു ഈ ഒരു സംഭവം. ഈ ഒരു യുദ്ധം കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ഈ ലോകത്തിനുണ്ടായി. അതിൽ 10 മില്യൺ ആളുകൾക്ക് അവരുടെ ജീവൻ നഷ്ടമാവുകയും വീടുകൾ നഷ്ടമാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലിബറേഷൻ ഏഷ്യയിലും ആഫ്രിക്കയിലുമൊക്കെ വളരെയധികം ശക്തി പ്രാപിക്കുകയുണ്ടായി. പോവർട്ടിയും അൺഎംപ്ലോയ്മെന്റും ഒക്കെ ഒരുപാടധികം വർദ്ധിച്ചു. അങ്ങനെ ജർമ്മനിയായിട്ട് 1919 ഒരു ട്രീറ്റിയിൽ സൈൻ ചെയ്യുകയാണ്. ആ ട്രീറ്റിയുടെ പേരാണ് ട്രീറ്റി ഓഫ് വേഴ്സായിലെ. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നതാണ് ബെനറ്റോ മുസോളിനി. ബെനറ്റോ മുസോളിനിയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് വേറെ 2 കാര്യങ്ങൾ അറിയാനുണ്ട്. നാസിസവും അതുപോലെ തന്നെ ഫാസിസവും. ഫാസിസം എന്ന വാക്ക് ഡിറൈവ് ചെയ്തത് ലാറ്റിനിലെ ഫേസസ് എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നിട്ടാണ്. ഇതിന്റെ മീനിങ് എ ടൈഡ് ബണ്ടിൽ ഓഫ് റോഡ്സ് എന്നാണ് ഇതിന്റെ മീനിങ്. ഈ ഒരു ഫസ്റ്റ് വേൾഡ് വാറിനെ തുടർന്ന് യൂറോപ്പിലെ ഗവൺമെന്റിന് ഒരുപാടധികം പവറുകൾ നഷ്ടമായി. ഇറ്റലിയിൽ ഫാസിസവും ജർമ്മനിയിൽ നാസിസവും അധികാരത്തിൽ, അതായത് അവർക്കായി പിന്നീട് ഫാസിസം എന്ന് പറയുന്നത് ഇറ്റലിയിലാണ്, അത് നടത്തുന്നത് മുസോളിനിയാണ്, ബെനറ്റോ മുസോളിനി. അതുപോലെ തന്നെ നാസിസം എന്ന് പറയുന്നത് ജർമ്മനിയിലാണ് നടക്കുന്നത്, അത് നടത്തുന്നത് അഡോൾഫ് ഹിറ്റ്ലറാണ്. ഓക്കെ, ഇനി നമുക്ക് ഫാസിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് ഇറ്റലിയിൽ അധികാരത്തിൽ വന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞതോടുകൂടെ ഇറ്റലി ട്രിപ്പിൾ അലയൻസിൽ നിന്നും വിഭജിച്ച്, അതായത് ട്രിപ്പിൾ അലയൻസിൽ നിന്നും പിൻവാങ്ങി. ഫസ്റ്റ് വേൾഡ് വാറിന്റെ സമയത്ത് അതിൻ്റെ അവസാനത്തോടുകൂടെ ഇറ്റലി ട്രിപ്പിൾ അലയൻസിൽ നിന്നും പിൻവാങ്ങി ബ്രിട്ടീഷ് ഫ്രഞ്ച് അലയൻസിൽ പോയി ജോയിൻ ചെയ്തു. വാർ കഴിഞ്ഞപ്പോൾ ഇറ്റലി ആണ് ആ ഒരു വാറിൽ ജയിച്ചത്. ഈ ഒരു കാരണത്തോടു കൂടിയാണ് ഫാസിസം മുസോളിനിയും ഇറ്റലിയിൽ ഭരണം സ്ഥാപിക്കുന്നത്. മുസോളിനിയുടെ ഫാസിസത്തിന്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വയലൻസ് ആണ്. മുസോളിനിയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പുരാതന റോമിനെ വീണ്ടെടുക്കുക, അല്ലെങ്കിൽ പുരാതന റോമിലെ പോലെ ഇപ്പോ ആക്കുക എന്നുള്ളൊരു ചിന്തയായിരുന്നു മുസോളിനിക്ക് ഉണ്ടായിരുന്നത്. മുസോളിനിക്ക് ഒരു സീക്രട്ട് പോലീസിന്റെ ഒരു ഗ്യാങ് എന്ന് നമുക്ക് പറയാം, അതുണ്ടായിരുന്നു. അതിന്റെ മുസോളിനിയുടെ സീക്രട്ട് പോലീസിന്റെ പേരാണ് ബ്ലാക്ക് ഷർട്ട്സ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മുസോളിനിയെ പറ്റി പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് ഹിറ്റ്ലറിലേക്ക് വരാം. ജർമ്മനിയിലെ നാസിസം എന്ന് പറയുന്ന ആ ഒരു സംഘടനയോടെയാണ് അഡോൾഫ് ഹിറ്റ്ലർ വരുന്നത്. നാസിസം എന്ന് പറയുന്നത് ഒരു ജർമ്മൻ വേർഷൻ ഓഫ് ഫാസിസം ആയിരുന്നു. അതായത് ഫാസിസം എങ്ങനെയാണോ അതുപോലെ തന്നെ സെയിം ആയിട്ടുള്ള കാര്യമാണ് നാസിസത്തിലും നടന്നുകൊണ്ടിരുന്നത്. ഹിറ്റ്ലറുടെ ചിന്തകളും അതുപോലെ തന്നെ ഹിറ്റ്ലറിന്റെ കഴിവുകളും ഒക്കെ കൊണ്ട് ഹിറ്റ്ലറിന് പെട്ടെന്ന് തന്നെ ഒരു പബ്ലിക് സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കാൻ അത് കാരണമായി. ആ ഒരു കാലത്ത് ഇറ്റലിയിൽ ഒരുപാടധികം ജൂതന്മാരുണ്ടായിരുന്നു. ഹിറ്റ്ലർ ഒരു ആര്യൻ വംശജനാണ്. അപ്പോൾ ഹിറ്റ്ലർ പറയുന്നത് ഈ ഒരു ജൂതന്മാരെല്ലാവരും അവരുടെ രാജ്യത്തിൻ്റെ അധികാരമെടുക്കുകയും പാരമ്പര്യത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഹിറ്റ്ലർ അവരെ കൊല്ലാനായിട്ട് തീരുമാനിക്കുകയാണ്. ഹിറ്റ്ലർ പറയുന്നത് ആര്യൻസ് ആണ് ഈ ഒരു രാജ്യം അല്ലെങ്കിൽ ഇവിടെ ഭരിക്കാനായിട്ട് ഏറ്റവും ഉത്തമരായ ആളുകൾ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂതന്മാരെ കൊല്ലാനായിട്ട്
അതുകൊണ്ട് തന്നെ ജൂതന്മാരെ കൊല്ലാൻ കൂട്ടക്കൊല ചെയ്യാനായിട്ട് ഹിറ്റ്ലർ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഹിറ്റ്ലർ അതിനായിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ക്യാമ്പ് ഉണ്ടാക്കി. ആ ഒരു ക്യാമ്പിനെ ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടാക്കി. ആ ഒരു ക്യാമ്പിനെ പറയുന്ന പേരാണ് ഹോളോകോസ്റ്റ്. അപ്പോൾ അതിനകത്ത് സ്പെഷ്യൽ ഒരു ഗ്യാസ്, അതിനകത്ത് ജൂതന്മാരെല്ലാവരെയും കൂടെ നിർത്തിയിട്ട് ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്ത് എല്ലാവരെയും കൊല്ലാനാണ് ഹിറ്റ്ലറുടെ തീരുമാനം. അങ്ങനെ ഹിറ്റ്ലർ അവരെല്ലാവരെയും കൊല്ലുകയും ചെയ്തു. ഹിറ്റ്ലറിനും ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു മിലിറ്ററി ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് ബ്രൗൺ ഷർട്ട്സ്. അതുപോലെ തന്നെ ഒരു പോലീസ് ട്രൂപ്പും ഹിറ്റ്ലറിനുണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ഗെസ്റ്റപ്പോ. ഈ ഒരു ഗെസ്റ്റപ്പോ എന്ന് പറയുന്ന പോലീസിൻ്റെ ആ ഒരു സംഘമാണ് ഈ ഒരു ജൂതന്മാരെ കൊല്ലാനായിട്ടുള്ള ആ ഒരു ചാർജ് ഉണ്ടായിരുന്നത്. ഇതിനോടൊക്കെ തുടർന്ന് ഒരുപാടധികം പാർട്ടികൾ ബാൻ ചെയ്തു. നാസി പാർട്ടി ഉൾപ്പെടെ ഒരുപാടധികം പാർട്ടികൾ ബാൻ ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് ട്രേഡ് യൂണിയൻസും ബാൻഡ് ചെയ്തു. ഹിറ്റ്ലർ ട്രീറ്റി ഓഫ് വെർസൈലൈസ് എന്ന് പറയുന്ന ആ ഒരു ഉടമ്പടിക്കെതിരെയായിട്ട് യുദ്ധം ചെയ്യാൻ, അതായത് പ്രതികാരം ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും അതിനായിട്ട് അദ്ദേഹം ഒരുപാട് ന്യൂസ് പേപ്പേഴ്സും TV ഷോസും പിന്നെ സ്റ്റേജ് ഷോസ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുകയും നാസിസം എന്ന ഐഡിയോളജി ഒരുപാടധികം സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ പിന്നെ കൂടാതെ അഗ്രസീവ് ഫോറിൻ പോളിസിയൊക്കെ ഹിറ്റ്ലർ പിന്നീട് രൂപകൽപ്പന ചെയ്യുന്നുണ്ട്. ശേഷം ഓസ്ട്രിയയിലെ ചെക്കോസ്ലോവാക്യ അല്ലെങ്കിൽ ചെക്ക് റിപ്പബ്ലിക് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ ഹിറ്റ്ലർ അറ്റാക്ക് ചെയ്തു. ശേഷം ജർമ്മനി ഒരു അലൈഡ് പവർ ക്രിയേറ്റ് ചെയ്തു. അതിലുണ്ടായിരുന്നത് ജർമ്മനി, പിന്നെ ഇറ്റലി, പിന്നെ ജപ്പാൻ. ആൻഡ് ഇറ്റ് വാസ് ഒപ്പോസ്ഡ് ബൈ അതർ കൺട്രീസ്. അൾട്ടിമേറ്റ്ലി ദിസ് ലീഡ്സ് ടു ദി ഔട്ട്ബ്രേക്ക് ഓഫ് അനദർ വേൾഡ് വാർ. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മുസോളിനിയെ പറ്റിയും പിന്നെ അതുപോലെ തന്നെ ഹിറ്റ്ലറെ പറ്റിയും വേൾഡ് വാർ 1 പറ്റിയൊക്കെ സംസാരിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സീസൺ 1 3rd എപ്പിസോഡാണിത്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ കൊണ്ട് തീരുകയാണ്. നമ്മളിനി അടുത്ത എപ്പിസോഡിൽ പറയുന്നത് സെക്കൻഡ് വേൾഡ് വാർ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക.